ഗുരു ശാന്തമായൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഒട്ടും ആശങ്ക വേണ്ട ലുക്മാനെ. എന്റെ അന്ത്യം നിന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും. ലുക്മാൻ വിനീതമായി മറുപടി നൽകി. ഗുരുവേ, ഐഹിക ലോകവുമായി ഒരു ബന്ധവും പുലർത്താതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും അന്ന് പറയുന്നത് എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ഗുരു ഗൗരവസ്വരത്തിൽ പറഞ്ഞു. ലുക്മാനെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന്, അള്ളാഹു തീരുമാനിക്കുന്നത് മറ്റൊന്ന്. ലുക്മാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അന്ന് ഇപ്രകാരം പറയാൻ കാരണം? ഗുരു ശാന്തമായി മറുപടി നൽകി. മറ്റൊന്നുമല്ല, നീ ഒരു സുന്ദരിയെ വിവാഹം കഴിക്കും. അതിലൊരു മകൻ ജനിക്കും. ബുദ്ധിമാനും സ്നേഹസമ്പന്നനുമായ ഒരു പൊന്നോമന പുത്രൻ. ലുക്മാൻ ആശ്ചര്യത്തോടെ പറഞ്ഞു. അഭിവന്ദ്യ ഗുരുവേ, ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണല്ലോ വിവാഹം. ഗുരു അവസാനമായി പറഞ്ഞു. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാം റബ്ബിന്റെ വിധി പോലെ മാത്രമേ സംഭവിക്കൂ. വിജ്ഞാനം പകർന്നു നൽകി തന്നെ സംസ്കരിച്ച മഹാനായ ഗുരുവിന്റെ ഉപദേശം തിരസ്കരിക്കാൻ ലുക്മാനെ കൊണ്ട് കഴിഞ്ഞില്ല. എങ്കിലും അവന്റെ മനസ്സിൽ ഒരു വേവലാതി. വൃദ്ധരായ മാതാപിതാക്കളെ പരിചരിക്കാൻ അവനു അധികം അവസരം ലഭിച്ചിരുന്നില്ല. കുറഞ്ഞത് ഗുരുനാഥനെങ്കിലും വാർദ്ധക്യത്തിൽ ശുശ്രൂഷിക്കാമല്ലോ എന്ന ആഗ്രഹവും നിഷ്ഫലമാകാൻ പോകുന്നു. കാരണം ഗുരു അതിന് സമ്മതിക്കുന്നില്ല. യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഗുരുനാഥൻ പറഞ്ഞ വാക്കുകൾ ലുക്മാന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു. ലുക്മാനെ, നീ പോയാൽ എനിക്ക് ആരുണ്ടെന്ന ചിന്ത ഉപേക്ഷിക്കൂ. സർവശക്തനായ അല്ലാഹു എനിക്കും നിനക്കും സർവചരാചരങ്ങൾക്കും കാവലുണ്ട്. അവനിൽ ഭരമേൽപ്പിച്ചാൽ മറ്റൊരാശ്രയവും നമുക്ക് ആവശ്യമായില്ല. സമയാസമയങ്ങളിൽ നമ്മെ സഹായിക്കാൻ ആളുകളെ അല്ലാഹു തന്നെ നിയോഗിക്കും. ലുക്മാനെ, നിനക്ക് വേണ്ടത് അനുഭവ സമ്പത്താണ്. ലോകമാകെ സഞ്ചരിച്ച് ജനതയുടെ ദുരിതങ്ങൾ അറിയണം. കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. ഗുരുവിന്റെ ആജ്ഞകൾ താൻ ശിരസാ വഹിക്കും. അബലരുടെയും ആലംബഹീനരുടെയും മിഴിനീർ തുടക്കും. നശ്വരമായ ദുനിയാവ് തന്റെ ലക്ഷ്യമല്ല. പരലോകമോക്ഷത്തിനു വേണ്ടിയുള്ള പ്രയത്നമാണ് വേണ്ടത്. ഇപ്രകാരം ചിന്തിച്ച് ലുക്മാൻ മുന്നോട്ട് ഗമിച്ചു. ഒരു സുപ്രഭാതത്തിൽ ലുക്മാൻ ഫലസ്തീനിലെത്തി. നേരെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് നടന്നു. അള്ളാഹുവിന്റെ പ്രവാചകനായ ദാവൂദ് നബിയുടെ ആസ്ഥാനം ബൈത്തുൽ മുഖദ്ദിസ് ആയിരുന്നു. ലുക്മാൻ താമസിയാതെ ദാവൂദ് നബിയുടെ സന്നിധിയിലെത്തി സലാം ചൊല്ലി. സലാം മടക്കിയ ശേഷം നബി പറഞ്ഞു. തുടർന്ന് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കൂട്ടുകാർക്ക് ഷെയറും ചെയ്യുക. ബാക്കി കാണാൻ കാത്തിരിക്കൂ. വീണ്ടും കാണാം. Subscribe to Sakalam M4 for content on this world and the next.